ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോഴിക്കോടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് കാണിക്കാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, കോഴിക്കോട്ടെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം. ഇത് കോഴിക്കോടിൻ്റെ ഏതാണ്ട് ഹൃദയഭാഗത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 100 മീറ്ററോളം നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. കോഴിക്കോട് സ്റ്റേഡിയത്തിൻ്റെ തൊട്ട് പുറകിലായിട്ടുള്ള ശ്രീകണ്ഠേശ്വര ക്ഷേത്രം. ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം. വലിയൊരു കവാടമൊക്കെ ഉണ്ട്. അതിൻ്റെ പുറത്തൊരു പൈപ്പും അതിൽ വെള്ളമൊക്കെ ഉണ്ട്. കാല് കഴുകിയിട്ട് അകത്ത് കയറാതെന്നൊക്കെ ഉണ്ട്. അകത്തേക്ക് കയറുമ്പോൾ വിശാലമായൊരു വലിയൊരു മുറ്റവും അതിനോട് നടുക്ക് തന്നെ ശ്രീകോവിലും ക്ഷേത്രമൊക്കെ കാണാവുന്നതാണ്. നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഇതിലൂടെ കടന്നാൽ നമുക്ക് ശ്രീകോവിലേക്ക് പ്രവേശിക്കാം. ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഏതാണ്ട് 100 കൊല്ലത്തോളം പഴക്കമുണ്ട് ഈ അമ്പലത്തിന്. വലിയൊരു കൊടിമരമൊക്കെ മുമ്പിൽ തന്നെയുണ്ട്. 1910 ശ്രീനാരായണ ഗുരുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ സ്ഥാപിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട്. വലിയൊരു രഥമൊക്കെ ഉണ്ട് ഇവിടെ. അതങ്ങനെ ചില്ലുകൂട്ടിൽ വെച്ചിട്ടുണ്ട്. ഉത്സവ സമയത്ത് മാത്രമേ പുറത്തെടുക്കുമെന്ന് തോന്നുന്നു. ഇവിടെ ശിവനെ കൂടാതെ പാർവതി, മഹാവിഷ്ണു, ഗണപതി, അയ്യപ്പൻ, കാർത്തികേയൻ, നവഗ്രഹങ്ങൾ തുടങ്ങിയ പ്രതിഷ്ഠകളും കൂടിയുണ്ട്. പ്രധാന ശ്രീകോവിലിൻ്റെ പുറത്തായിട്ട് ചെറിയ ചെറിയ അമ്പലങ്ങളിൽ ഓരോ വിഗ്രഹങ്ങളും കൊടിയിരുത്തിയിട്ടുണ്ട്. നല്ല കല്ല് വിരിച്ച നടപ്പാതകളുണ്ട് അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കാനൊക്കെ. ഓരോ കല്ലിലും ഓരോരോ ആൾക്കാരുടെ അത് സംഭാവന നൽകിയ ആൾക്കാരുടെ പേര് ആലേപനം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കൽപ്പടകൾ ചവിട്ടി നടക്കുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്ത അനുഭൂതിയാണ്. ഇവിടെ അയ്യപ്പ ക്ഷേത്രമാണ്. സ്വാമിമാരൊക്കെ ഇപ്പോൾ മണ്ഡലമാസം ആയതുകൊണ്ട് കെട്ട് നിറക്കാനും മറ്റും വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ കെട്ട് നിറക്കും മറ്റുമായി വന്നിട്ടുണ്ട്. ഈ അമ്പലത്തിൻ്റെ തുറക്കുന്ന സമയം ഏകദേശം രാവിലെ 5 മണി മുതൽ 12 മണി വരെയാണ് രാവിലത്തെ ടൈം. അതുപോലെ വൈകുന്നേരവും 5 മണി മുതൽ 8 മണി വരെയൊക്കെയാണ് അമ്പലത്തിൻ്റെ പ്രവേശന സമയം. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവമാണ് ശിവരാത്രി ഉത്സവം. ശിവരാത്രി ദിവസത്തെ ഇവിടുത്തെ ഉത്സവം ഒരുപാട് ആളുകളും ആനകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു വലിയ ഉത്സവം തന്നെയാണ്. ശരിക്കും നല്ല വിശാലമായ സ്ഥലമാണ്. ഒരുപാട് ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു സൗകര്യം ഈ ക്ഷേത്രത്തിനുള്ളിൽ തന്നെയുണ്ട്. പണ്ടുകാലത്ത് ഇത് ചെളിയും അതൊക്കെ നിറഞ്ഞ ഒരു വയലാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ മുകളിലാണ് പിന്നീട് ക്ഷേത്രം പണിഞ്ഞത്. പ്രാചീന കാലഘട്ടം മുതലേ ഇവിടെ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. നല്ല പുൽമേടുകൾ 2 സൈഡിലും ഉണ്ട്. അതിൻ്റെ നടുക്കൂടെ നടക്കാനുള്ള പാതകളും കാണാൻ തന്നെ നല്ലൊരു രസം. ശ്രീനാരായണ ഗുരു ജയന്തിയിലും മറ്റൊക്കെ ഇവിടെ പ്രത്യേക ഉത്സവങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതാണ്. ഇവിടേക്ക് കയറി വരാൻ പിന്നെ ഒരു പ്രത്യേകത എന്ന് വിചാരിച്ചാൽ അങ്ങനെ വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നമുക്ക് ഏത് വസ്ത്രം ധരിച്ചിട്ടും കയറാവുന്നതാണ്. പാൻറ്റ് ധരിച്ചിട്ടും ഷർട്ട് ധരിച്ചിട്ടൊക്കെ ആണുങ്ങൾക്കൊക്കെ കയറാവുന്നതാണ്. അതൊരു വലിയൊരു പ്രത്യേകതയാണ്. ചില ക്ഷേത്രങ്ങളിൽ ഉള്ളതുപോലെ നമുക്ക് മുണ്ട് ധരിക്കണമെന്നോ ഷർട്ട് ധരിക്കണമെന്നോ അങ്ങനെയുള്ള യാതൊരു ചിട്ടകളും ഇല്ലാത്തൊരു അമ്പലം കൂടിയാണിത് കേട്ടോ. ഇവിടെ ഗണപതിയുടെയും മുരുകൻ്റെയും ഒക്കെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. ഇതൊക്കെ ഈ നാലുകെട്ടിന് പുറത്താണ് കേട്ടോ ഈ ചെറിയ അമ്പലങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. പ്രധാന ശ്രീകോവിൽ നാലുകെട്ടിനുള്ളിലാണുള്ളത്. അവിടെ ശിവലിംഗമാണ് പ്രതിഷ്ഠ വരുന്നത്. ചുറ്റും നടക്കാൻ തന്നെ ഒരുപാട് സമയമെടുക്കും നമുക്ക്. ഉള്ളിൽ പ്രദക്ഷിണം ചെയ്യാൻ വേറെ തന്നെ സൗകര്യമുണ്ട്. ഇത് നമുക്ക് ക്ഷേത്രത്തിൻ്റെ പുറത്തോടെയുള്ള പ്രദക്ഷിണമാണ്.
കാണുന്നതൊക്കെ ചെറിയ ചെറിയ അമ്പലങ്ങളാണ്, വേറെ പുറത്തുള്ള ഓരോരോ പ്രതിഷ്ഠകളാണ്. അവിടെ സൈഡിൽ ഇരിപ്പിടങ്ങളൊക്കെ ഗാലറി പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉത്സവ സമയത്തൊക്കെ ആൾക്കാർക്കൊക്കെ വന്നിരിക്കാനുള്ള സൗകര്യത്തിനായി ഉണ്ടാക്കിയതാണിത്. പിന്നെ അവിടെ നേരെ ഒരു ആൽമരമുണ്ട്, വലിയൊരു ആൽമരമുണ്ട്. ഇപ്പോൾ കോഴിക്കോട് വരുന്നവർ ഒന്ന് എല്ലാവർക്കും സന്ദർശിക്കാൻ പറ്റിയൊരു അമ്പലം കൂടിയാണിത്. കോഴിക്കോട്ടെ ഒരു നല്ലൊരു നിർമ്മിതിയും കൂടിയാണ്, കണ്ടിരിക്കാൻ പറ്റിയൊരു നല്ല വിശാലമായ നല്ലൊരു അന്തരീക്ഷം. ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെയാണ്. അതുപോലെ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും നേരെ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് വന്നാൽ മതി, അല്ലെങ്കിൽ സ്റ്റേഡിയം കോംപ്ലക്സിൽ ഇറങ്ങിയാൽ മതി. നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കോഴിക്കോട് മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.